നമുക്ക് കുറച്ച് പഴയ കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചാലോ. സ്പോർട്സ് ബൈക്കുകൾ കോളിളക്കം സൃഷ്ടിച്ച കാലഘട്ടം, 90s കിഡ്സ് ധൂം സിനിമ കണ്ട് വണ്ടർ അടിച്ചിരുന്ന കാലഘട്ടം. യെസ്, നമ്മളതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. സ്പീഡ് ബോൺ 2003 223cc സിംഗിൾ സിലിണ്ടർ പ്രീമിയം സ്പോർട്സ് ടൂർ. യെസ്, നമ്മളതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ദ ലെജൻഡറി കറിസ്മ ആർ. പറയുമ്പോൾ പോലും ഒരു പ്രത്യേക ഫീലാണ് അതിന്. ദ ലെഗസി കണ്ടിന്യൂസ്. സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. 2003 ഈ വണ്ടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു റെവല്യൂഷണറി ചേഞ്ചാണ് ഉണ്ടായത്. ശരിക്കും ഞാൻ 90s കിഡ്സിനെ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഇടയിലാണ് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ഫാൻ ബേസ് ഉള്ളത്. ഫ്രണ്ടിൽ നോക്കാനാണെങ്കിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഹെഡ്ലൈറ്റ് വിത്ത് പാർക്ക് ലൈറ്റ്സ്, നമ്പർ പ്ലേറ്റ് ഹോൾഡർ, ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഫിയറിങ്ങിൽ തന്നെ മൗണ്ട് ചെയ്തേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഡിസ്ക് ബ്രേക്ക്, അതേപോലെ തന്നെ ഒരു 223cc സിംഗിൾ സിലിണ്ടർ കിക്ക് സ്റ്റാർട്ട് പ്ലസ് സെൽഫ് സ്റ്റാർട്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ശരിക്കും അന്നത്തെ കാലത്ത് ആവശ്യം ആയിട്ടിരുന്ന എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കരീസ്മ ആറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മീറ്റർ, RPM മീറ്റർ, ടാക്കോമീറ്റർ, അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂവലിൻ്റെ ഗേജ് കാണിക്കുന്ന ഒരു മീറ്റർ. അത് ഡിജിറ്റലാണ് കേട്ടോ. അത് ശരിക്കും ഈ ഒരു മീറ്റർ ഫുള്ളി സെമി ഡിജിറ്റൽ എന്ന് പറയാൻ പറ്റും. 2 അനലോഗ് മീറ്ററും അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ മീറ്ററും. ഇതിനകത്ത് നമുക്ക് കിലോമീറ്റർ കാണാൻ പറ്റും. 80,278 കിലോമീറ്ററാണ് ശരിക്കും ഈ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത്. ഓട്ടോ റീഡിംഗ് ആണ് ഇതിനകത്ത്. എനിക്ക് വണ്ടി കൈ കിട്ടിയ സമയത്ത് വണ്ടിയുടെ സ്പീഡോമീറ്റർ കേബിളൊക്കെ കട്ടാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ബേസിക്കലി നമുക്ക് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ഞാനെല്ലാം സ്പെയറും എടുത്തു വെച്ചിട്ടുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ, അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, പിന്നെ ഒരു ഹെഡിൻ്റെ അവിടുത്തെ ചെറിയ ലീക്ക്, ഇതൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. എനിക്ക് നല്ലൊരു ഡീലിലാണ് ഈ വണ്ടി കിട്ടിയത്. ആ ഡീലിൽ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ രാത്രി പോയി ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഏകദേശം 80 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഈ വണ്ടി പോയി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം ഈ വണ്ടിക്ക് എന്തോരും ഇഷ്ടമാണ് ഉള്ളതെന്ന്. അടിപൊളി റൈഡിങ് പോസ്റ്ററാണ് ശരിക്കും കരീസ്മ നമുക്ക് തരുന്നത്. ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ വാങ്ങിയ വാഹനങ്ങളല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് അത് വാങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വണ്ടീനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടാറുണ്ട്. അതിന് ബേസിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ സ്വിച്ചസൊക്കെ വളരെ ബേസിക്കാണ്. ഡിമ്മർ ബ്രൈറ്റ്, പാസ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ചോക്ക് വരുന്നുണ്ട്. കാർബറേറ്റർ ആയതുകൊണ്ട് ചോക്ക് വരും. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ദെൻ സെൽഫ്. 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് കരീസ്മയിൽ വരുന്നത്. ശരിക്കും എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം തന്നെയുണ്ട്. അതിനിപ്പോൾ ഇന്നതെന്ന് എടുത്തു പറയാൻ പാകത്തിന് വലിയൊരു സ്പെസിഫിക്കേഷൻ കുത്തിയറച്ചൊരു വാഹനമല്ല ഇന്നത്തെ വാഹനങ്ങളെ പോലെ. നിങ്ങൾക്ക് റൈഡ് വേണോ? യെസ്, യു ക്യാൻ ഡു ഇറ്റ് സിംപ്ലി, കംഫർട്ടബിളി. അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം സീറ്റൊക്കെ തോളയൊക്കെ ഒന്നിച്ചിട്ട് ശോകം കണ്ടീഷനിലാട്ടോ ഒന്ന് നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ കുറച്ച് നാളായിട്ട് ഇതിനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കാരണം ആൾക്ക് സമയം ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അമൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി എന്നും ചാറ്റ് ചെയ്യും. ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്കൊരു വാഹനം എടുക്കാനുള്ള ഒരു ആഗ്രഹം ഞാൻ അവൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചു. എക്സ്പൾസ് ആയിരുന്നു എൻ്റെ ആഗ്രഹം, എൻ്റെ ലിസ്റ്റിലുള്ള വാഹനം അതായിരുന്നു. പക്ഷേ സാമ്പത്തികത്തിൻ്റെ ചില പ്രശ്നം കാരണം എനിക്കത് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അതിന് അവൻ പറഞ്ഞു, ദെൻ യു ക്യാൻ ഗോ ഫോർ കരീസ്മ ആർ. അപ്പോൾ ഞാൻ കരീസ്മയുടെ വലിയൊരു ഫാനല്ല ശരിക്കും ഒന്ന്. ഓക്കെ, എന്നാൽ ഒന്ന് നോക്കിയേക്കാം. റിവ്യൂ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഞാൻ വണ്ടിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. ഒരു ഹീറോ എഞ്ചിലുള്ള കരീസ്മ വന്നു. പക്ഷേ ഹീറോ എഞ്ചിലുള്ള കരീസ്മ വേണ്ടാന്ന് പറഞ്ഞു, വിട്ട് കളഞ്ഞു. ഹീറോ ഹോണ്ട ഈ ഒരു വണ്ടി ഫേസ്ബുക്കിലോ OLXലോ ഒന്നും ആഡ് വന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടപ്പോൾ ഫ്രണ്ട് റീച്ച് ചെയ്തു. അവൻ്റെ പേര് അമൽ എന്നാണ്. അമൽ, ബിഗ് താങ്ക്സ് ഫോർ യു മാൻ. കാരണം അവനാണ് എനിക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്യുന്നത് അറ്റ് ലോസ് പ്രൈസ്. എനിക്ക് കരീസ്മ നിലവിലെ മാർക്കറ്റ് വില വെച്ച് നോക്കുവാണെങ്കിൽ അതിൽ നല്ലൊരു ഡീലിലാണ് എനിക്ക് കരീസ്മ കിട്ടിയത്. ഈ വണ്ടി 2010 മോഡലാണ്. പേപ്പറെല്ലാം വാലിഡാണ്. ഞാനെല്ലാം ക്ലിയറാക്കി വെച്ചേക്കുന്ന വാഹനമാണ്. അതേപോലെ തന്നെ ഇന്ന് ഓക്കെ കണ്ടീഷൻ, ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇപ്പോൾ നിലവിൽ വണ്ടിയിൽ.
അപ്പോൾ അതിൻ്റെ എന്തായാലും അപ്ഡേറ്റ്സ് ഞാൻ ഈ ഒരു ചാനൽ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ചാടിക്കയറി വീഡിയോ എടുക്കണമെങ്കിൽ മുന്നേ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ ഓരോ വർക്കിൻ്റെയും ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ്. എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-70 റേഞ്ചിൽ. പൊതുവേ ഞാൻ ഓടിക്കുന്നത് ഒരു 50 to 60 റേഞ്ചിലായിരിക്കും. 70 എന്നൊക്കെ പറഞ്ഞാൽ ഹൈവേയിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ഒന്ന് പറപ്പിക്കാനുള്ള സ്പീഡ് മാത്രം. ശരിക്കും ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിളായിട്ട് എനിക്ക് ആ വണ്ടി പോകുമ്പോൾ, ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടും എന്നെനിക്ക് വിശ്വാസമുള്ളൊരു സ്പീഡ് ലിമിറ്റ് ആയിരിക്കും അത്. ഇതിൻ്റെ ഒരു 4000 RPM ശേഷം വണ്ടി ശരിക്കും ക്യാരക്ടറായി മാറും. എ ഡിഫറെൻറ്റ് പേഴ്സൺ ആവും. വണ്ടി ചുമ്മാ തീ പാറി നിൽക്കും എന്ന് പറയില്ലേ, അതുപോലെ നിൽക്കും. കാരണം നമ്മുടെ എൻജിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രീമിയം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്നാ, ഓട്ടം ചാട്ടം അതേപോലെ ഓടാനും ചാടാനും എല്ലാം കഴിവുള്ളൊരു ബൈക്കാണ് ശരിക്കും കരീസ്മ R. അഡ്വഞ്ചർ ലുക്കിലേക്ക് പണിയുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. കാരണം ഈ വണ്ടിക്ക് അതിനുള്ള DNA ഉണ്ട്. ഞാൻ കരീസ്മ ZR എടുത്ത സമയത്ത് എനിക്ക് ഒത്തിരി നെഗറ്റീവ് റിപ്ലൈസാണ് കിട്ടിയത്. ഈ സാധനമൊക്കെ മനുഷ്യന്മാരെടുക്കൂ, ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ആ വണ്ടി എന്തോ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടത്തിന് പുറത്താണ് ശരിക്കും കരീസ്മ ZR റീസ്റ്റോറേഷൻ, അതും 1 വർഷം ഓടാണ്ടിരുന്ന വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പണതെടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്തത്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ അത് ഓടിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഫീൽ അറിയാൻ പറ്റൂ. കിറ്റിൻ്റെ ഭാഗത്തു നിന്ന് വൈബ്രേഷൻ ഉണ്ട്, ഫുഡ് പെക്സിൽ നിന്ന് വൈബ്രേഷൻ ഉണ്ട്, ഹാൻഡിൽ നിന്ന് വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഓടിക്കുമ്പോൾ നമ്മളതൊന്നും നോക്കത്തില്ല. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. അത് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഏത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എനിക്കൊരു കംപ്ലയിൻസും പറയാനുണ്ടാവില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ ഫിൽറ്റർ കുറച്ച് എന്നാ പറയുക, ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ, അതുകൊണ്ട് ഒരു പ്രത്യേക സൗണ്ടാണ്. വണ്ടിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഹീറോയ്ക്ക് ഇപ്പോഴും നല്ലൊരു എൻജിൻ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പറ്റിയിട്ടില്ല, ഇനി പറ്റുമോയെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, കാരണം കോർണറിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോർണറൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. തന്നെയാണ് ശരിക്കും ആ ഒരു RPM ആ ഒരു സ്പീഡോയും ഒരുമിച്ച് അങ്ങ് കയറുന്ന കാണാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അത്. ഓ മൈ ഗോഡ് മാൻ, ഐ ലവ് ദിസ് മെഷീൻ വെരി മച്ച്. നമ്മൾ R-നകത്ത് അനാവശ്യമായിട്ട് ത്രോട്ടിൽ കൊടുത്ത് റെഡ് ലൈൻ അടിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വൈബ് തരുന്ന വാഹനമല്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ക്രൂസ് ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങ് പിക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് സ്പീഡൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു ഷിഫ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകാൻ പറ്റിയൊരു അടിപൊളി വണ്ടിയാണ്. കരീസ്മേനെ അടിച്ചിടണം എന്നുള്ളൊരൊറ്റ ഉദ്ദേശമായി ബജാജ് ഇറക്കി അവരുടെ വജ്രായുധം. ചെങ്കോലും കിരീടവും എന്നും അത് അർഹിക്കുന്നവർക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്നും കരീസ്മ R തന്നെ. പക്ഷേ സെയിൽസിൽ പൾസർ 220 നല്ലൊരു കുതിപ്പ് നേടി. 2014 ടൈമിലൊക്കെ ഹീറോ R-നെ നശിപ്പിച്ച് കളഞ്ഞു. ഒറ്റ വാക്കി പറഞ്ഞ കരീസ്മേനെ കൊന്നത് ഹീറോയാണ്, വേറെ ആരുമല്ല. വേർഷൻ 2 R ഉണ്ട്. എനിക്ക് തീരെ ഇഷ്ടമല്ല വണ്ടിയുടെ ലുക്ക്. ZR ഫാർ ബെറ്റർ ആയിരുന്നു. കരീസ്മ R-ന് ശേഷം ഹീറോ അവതരിപ്പിച്ച നാടകമാണ് കരീസ്മ ZR. അതിനൊരു തിരശീല വീണ് കഴിഞ്ഞപ്പോഴാണ് കരീസ്മ R വേർഷൻ 2 ഇറക്കിയത്. അതിനും തിരശീല വീണു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ പൾസർ 220 ഒത്തിരി സാമ്യങ്ങളുണ്ടായിരുന്നെങ്കിലും പൾസർ 220 കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എൻജിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ വിജയരഹസ്യം. ബട്ട് ഇതിനോടുള്ളൊരു സ്നേഹമൊക്കെ ഇതിൻ്റെ ഫാൻ പിള്ളേർക്ക് ഒരിക്കലും പോകില്ല. ഞാനൊരു ഫാനായി എപ്പോഴേ മാറി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കരീസ്മയുടെ ആട് TV വന്നു കഴിഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യില്ല എന്ന്. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും കരീസ്മയുടെ ആട് ഞാൻ TV കണ്ടിട്ടില്ല. ഹൃതിക് റോഷൻ്റെ ആ ഒരു മഞ്ഞ കരീസ്മയിൽ വന്നിട്ടുള്ള അടിപൊളി ആട് ഞാൻ കണ്ടത് യൂട്യൂബിലാണ്. അതും വണ്ടി എടുത്തതിന് ശേഷം. വണ്ടീനെ പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത് വണ്ടി എടുത്തതിന് ശേഷം. വണ്ടി എടുത്തിട്ട് ആകുമ്പോൾ ഒരാഴ്ച ആവുന്നുള്ളൂ കേട്ടോ.
2022 ഈ വണ്ടി എടുക്കുന്ന വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇഷ്യൂസ്. ഓടിക്കാം, ആസ്വദിക്കാം, പറക്കാം. അതേ പറയാനുള്ളൂ. ജെറ്റ് സെറ്റ് ഗോ എന്നാട്ടോ ഹൃതിക് റോഷൻ്റെ ആഡിനകത്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ ജെറ്റ് ഇട്ട് പോകാൻ പറ്റുന്നൊരു വാഹനമാണ് വേണമെന്നുണ്ടെങ്കിൽ. പലരും പറയുന്നുണ്ട് 220 ശരിക്കും അടിച്ച് നിലത്തിടാൻ പറ്റിയൊരു വണ്ടിയാണ് എൻജിൻ വെച്ച്. ശരിയാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. കരീസ്മയുടെ ഈ ഒരു എൻജിൻ വെച്ചിട്ട് പലരും ഇമ്പൾസ് സ്വാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആലോചിക്കാലോ, ഇതിൻ്റെ ഈ ഒരു 223cc എൻജിൻ വേറൊരു വാഹനത്തിൽ നിന്ന് വന്നതാണെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ എനിക്കില്ല, പക്ഷേ വന്നതാണെന്ന് പറയുന്നുണ്ട്. അതൊരു മോട്ടോക്രോസ് ബൈക്കിൽ. സോ ബേസിക്കലി കരീസ്മ എന്ന് പറഞ്ഞാൽ അതാവണം കരീസ്മ, അതാണ് കരീസ്മ, അതായിരിക്കണം കരീസ്മ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് വളിപ്പാക്കുന്നില്ല. ഇതിൻ്റെ സ്റ്റാൻഡ് ഇച്ചിരി ഷോക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നീക്കി വെച്ചൊരു ഫോട്ടോ എടുക്കാം. നല്ല അടിപൊളി റോഡൊക്കെ കാണുമ്പോൾ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ആനക്കാടാണ് കേട്ടോ. ആന കുത്തിക്കൊന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണാൻ പറ്റില്ല. സോ തമാശ പറഞ്ഞ നമുക്കിപ്പോൾ ശരിക്കും ഇതിൻ്റെ സ്പീഡോമീറ്റർ ഇല്ല, ടോപ്പ് സ്പീഡ് 200 കാണിച്ചിട്ടുണ്ടല്ലോ. 140 150 വരെയും കയറ്റിയ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 200 ഒന്നും അച്ചീവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് കാണിച്ചിരിക്കുന്നതായിരിക്കും. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇത് പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിൽ നമുക്ക് 20 വരെ, സെക്കൻഡ് ഗിയറിൽ 40 വരെ, തേർഡ് ഗിയറിൽ 60 വരെ, ഫോർത്ത് ഗിയറിൽ നമുക്ക് 100 വരെ, പിന്നെ ഫിഫ്ത്ത് ഗിയറിൽ 140 വരെയാണ് ശരിക്കും കാണിച്ചേക്കുന്നത്. ഓക്കെ, കൂൾ വരും. ഓക്കെ, വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടാക്കി ഒറ്റയടിക്ക് വണ്ടി എടുക്കും കേട്ടോ. കണ്ടോ, ഒറ്റയടിക്ക് വണ്ടി എടുക്കും. ഈ ഒരു കണ്ടീഷൻ മതി. വണ്ടി സ്റ്റാർട്ടാവണം, വണ്ടി റൺ ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ലാതെ. വണ്ടി നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ്. സെക്കൻഡ് ഗിയറിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ബ്രോ, that's the power. അടിപൊളി. അപ്പോൾ അതാണ്, ദാറ്റ്സ് പ്രെറ്റി മച്ച് ഇറ്റ്. അതാണ് നമ്മുടെ ഒരു കരീസ്മയുടെ വ്ളോഗ്. എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കരീസ്മ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കരീസ്മ ഉള്ളവർക്കും നല്ലൊരു വീഡിയോ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ see you guys on our next video.